കൂടുതൽ വാർത്തയിലേക്ക് കടക്കുന്നു. തൃശ്ശൂരിലെ കൊണ്ടാഴിയിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താണു. കൊണ്ടാഴി മായനൂർ കുന്നത്ത് വീട്ടിൽ ഉഷയുടെ കിണറാണ് ഇടിഞ്ഞു താണത്. കിണറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടും ഇപ്പോൾ അപകട ഭീഷണിയിലാണ്. ഞാൻ കൂലിപ്പണിക്ക് പോണ ഒരാളാണ്. എൻ്റെ കിണർ ഇടിഞ്ഞിടിഞ്ഞ് പോവാനും അപ്പോൾ അത് വീടുമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ സൈഡ് എപ്പോൾ പോകുന്ന അറിയില്ല. അപ്പോൾ എനിക്ക് ഇരിക്കാൻ വീടും ഉണ്ടാവില്ല, കിണറും ഇല്ല, കുടിക്കാൻ വെള്ളമില്ല. ശക്തമായ കാറ്റിലും മഴയിലും തൃശ്ശൂർ കോട്ടപ്പുറം കണ്ണപ്പാറ മേലേതിൽ പരമേശ്വരന്റെ വീട് ഇടിഞ്ഞു വീണു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഓടുമേഞ്ഞ മൺചുമരിൽ നിർമ്മിച്ച വീട് പൂർണ്ണമായും തകർന്നത്. എം എസ് ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, മറ്റെവിടേക്കാണ് ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? വലിയ നാശനഷ്ടങ്ങളുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ ഇന്നലെ രാത്രി ഉൾപ്പെടെ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ രാവിലെ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഈ കൊണ്ടാഴിയിൽ ഒരു കിണർ ഇടിഞ്ഞ് താഴ്ന്നത്. ഇത് ഉപയോഗശൂന്യമായ കിണറാണ്. പക്ഷേ ആ കിണർ ഇടിഞ്ഞ് താഴ്ന്നപ്പോൾ അതിന് തൊട്ടടുത്തുള്ള വീടിനും അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ മറ്റ് ഒരിടത്തു കൂടി, അതായത് കോട്ടപ്പുറം കണ്ണപ്പാറ സ്വദേശിയായ പരമേശ്വരന്റെ വീട് ഒരു ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് പരമേശ്വരൻ വീടിനുള്ളിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. കൂടാതെ ശക്തമായ മഴയെ തുടർന്ന് ഈ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വൻമരം കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ റോഡിൽ കുടുങ്ങിക്കിടന്നിരുന്നത്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കേരള ഷോളയാർ ഡാമിലെ 2, 3, 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇന്നലെ അടി വീതമാണ്, ഇന്ന് രാവിലെ അടി വീതമാണ് തുറന്നത്. ഇപ്പോൾ അത് 1 അടിയാക്കി 11 മണിയോടുകൂടി ഉയർത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ചാലക്കുടി പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്താൻ നിർദ്ദേശമുണ്ട്. ഈ ചാലക്കുടി പുഴയിലേക്ക് പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കിവിടുന്നുണ്ട്. അതായത് സ്പിൽവേ ഷട്ടറുകളൊക്കെ തന്നെ തുറന്നിട്ടിരിക്കുകയാണ്. അതിലൂടെ തന്നെ ഈ കൂടുതൽ അധിക ജലം ഇവിടേക്ക് ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ജില്ലയുടെ പല ഭാഗത്തും മലയോര മേഖലകളിലും ശക്തമായ മഴ തന്നെയാണ്.